ബ്രെറ്റ് ലീ എന്ന ഓസ്ട്രേലിയൻ പേസ് ഇതിഹാസം തന്റെ 160 കിലോമീറ്റർ വേഗതയിലുള്ള പന്തുകൾ കൊണ്ട് ബാറ്റ്സ്മാൻമാരെ വിറപ്പിച്ചിരുന്ന കാലം ക്രിക്കറ്റ് പ്രേമികൾ മറക്കാനിടയില്ല. എന്നാൽ ഇന്ന് കളിമുറ്റത്തെ ആ വേഗതയല്ല, മറിച്ച് തന്റെ ജീവിതം പറിച്ചു നടാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത ദുബായ് എന്ന നഗരത്തിന്റെ വളർച്ചാ വേഗതയാണ് ലോകം ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഓസ്ട്രേലിയ വിട്ട് അദ്ദേഹം UAE-യിൽ, കൃത്യമായി പറഞ്ഞാൽ ദുബായിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നു. ഓസ്ട്രേലിയയുടെ പച്ചപ്പും പ്രശാന്തതയും വിട്ട് മരുഭൂമിയിലെ ഈ അത്ഭുത നഗരിയിലേക്ക് ബ്രെറ്റ് ലീ സ്ഥിരതാമസം മാറുമ്പോൾ അത് കേവലം ഒരു വ്യക്തിഗത തീരുമാനമല്ല, മറിച്ച് ആഗോളതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കുടിയേറ്റ പ്രവണതയുടെ അടയാളമാണ്. എന്തുകൊണ്ടാണ് ലോക പ്രശസ്തരായ താരങ്ങളും സംരംഭകരും സാധാരണക്കാരും ഒക്കെ ഒരുപോലെ ദുബായിയെ തങ്ങളുടെ സ്വപ്ന ഭൂമിയായി കാണുന്നത്? സെലിബ്രിറ്റികൾ എന്തിനാണ് കൂട്ടത്തോടെ ദുബായിലേക്ക് ചേക്കേറുന്നത്? എന്താണ് ഈ നഗരത്തിന്റെ പ്രത്യേകത? പരിശോധിക്കാം. ദുബായ് ഇപ്പോൾ എന്റെ വീടാണ് എന്ന് ബ്രെറ്റ് ലീ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചപ്പോൾ പലരും അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ടാണ് ഒരു ഓസ്ട്രേലിയക്കാരൻ തന്റെ രാജ്യം വിട്ട് ഈ മരുഭൂമിയിലെ അത്ഭുത നഗരത്തിൽ അഭയം തേടുന്നത് എന്ന്? ഇതിനു പിന്നിൽ കേവലം പണമോ ടാക്സ് ലാഭമോ മാത്രമല്ല ഉള്ളത്. എന്താണ് എന്നൊന്ന് നോക്കട്ടെ. ഫെബ്രുവരി 2026 തുടക്കത്തിലാണ് താൻ ദുബായിലേക്ക് താമസം മാറിയ കാര്യം ബ്രെറ്റ് ലീ ഔദ്യോഗികമായി അറിയിക്കുന്നത്. വെറും ഒരു വിനോദയാത്ര എന്ന നിലയിൽ തുടങ്ങി ഇപ്പോൾ അതൊരു പെർമനന്റ് സെറ്റിൽമെന്റിൽ എത്തി നിൽക്കുന്നു. ഇവിടുത്തെ എനർജി, ആംബിഷൻ, എന്തും സാധ്യമാണ് എന്ന തോന്നൽ, അതാണ് എന്നെ ആകർഷിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കുടുംബത്തോടൊപ്പം ദുബായിലെ ബുർജ് ഖലീഫയുടെയും മനോഹരമായ ഗോൾഫ് കോഴ്സുകളുടെയും പശ്ചാത്തലത്തിലുള്ള ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. തന്റെ മക്കൾ ഇവിടുത്തെ സ്കൂളുകളിൽ വളരെയധികം സന്തുഷ്ടരാണ് എന്നും മികച്ച വിദ്യാഭ്യാസവും സ്പോർട്സ് സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ബ്രെറ്റ് ലീയുടെ ഈ മാറ്റം പെട്ടെന്നുണ്ടായ ഒന്നല്ല. തന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായി നിരവധി തവണ UAE സന്ദർശിച്ച ലീ അവിടുത്തെ ജീവിതശൈലിയും സുരക്ഷിതത്വവും നേരിട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. തന്റെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്നും അവർ അവിടെ സന്തുഷ്ടരാണ് എന്നും അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ ഒരു പിതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സംതൃപ്തിയാണ് സൂചിപ്പിക്കുന്നത്. വെറും ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിനപ്പുറം ഒരു കുടുംബത്തിന് സമാധാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ദുബായ് വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നികുതിയില്ലാത്ത നഗരം എന്നതിലുപരിയായി പുതിയ അവസരങ്ങളുടെയും ആധുനികതയുടെയും സംഗമ സ്ഥാനമാണ് ദുബായ്. ദുബായിലേക്ക് പ്രമുഖരെ ആകർഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒന്നാണ് UAE ഗവൺമെന്റ് അവതരിപ്പിച്ച ഗോൾഡൻ വിസ സംവിധാനം. 10 വർഷത്തെ ദീർഘകാല താമസാനുമതി നൽകുന്ന ഈ വിസ വിദേശികൾക്ക് തങ്ങളുടെ മാതൃരാജ്യത്ത് ഇരിക്കുന്നത് പോലെ തന്നെ സുരക്ഷിത ബോധം നൽകുന്നു. ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ ഷാരൂഖ് ഖാൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവർ മുതൽ യുവതാരങ്ങളായ കൃതിക് സനോൺ വരെയുള്ളവർ ഈ വിസയുടെ ഗുണഭോക്താക്കളാണ്. മുൻകാലങ്ങളിൽ വിദേശികൾക്ക് UAE-യിൽ താമസിക്കണമെങ്കിൽ സ്പോൺസർഷിപ്പും മറ്റും ആവശ്യമായിരുന്നെങ്കിൽ ഇന്ന് ഗോൾഡൻ വിസയിലൂടെ ലഭിക്കുന്ന സ്വാശ്രയത്വം ഒട്ടേറെ പ്രൊഫഷണലുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നു. ഇത് കേവലം ഒരു വിസയല്ല, മറിച്ച് ലോകത്തെ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള ഒരു താക്കോലാണ് എന്ന് വേണം പറയാൻ. സെലിബ്രിറ്റികൾ മാത്രമല്ല, പ്രായോഗികമായ ജീവിത സൗകര്യങ്ങൾ തേടുന്നവരും ദുബായിയെ പ്രണയിക്കുന്നു. ബ്രെറ്റ് ലീ മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഒട്ടേറെ പ്രമുഖർ ഇപ്പോൾ ദുബായിലേക്ക് ചേക്കേറുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് നടൻ R. മാധവൻ തന്റെ മകന്റെ സ്വിമ്മിംഗ് കരിയറിന് വേണ്ടി ദുബായിലേക്ക് മാറിയത്. ലോകോത്തര നിലവാരമുള്ള സ്പോർട്സ് അക്കാദമികളും പരിശീലന കേന്ദ്രങ്ങളും ഇവിടെ ലഭ്യമാണ്. സാനിയ മിർസ, സഞ്ജയ് ദത്ത്, പ്രിയങ്ക ചോപ്ര തുടങ്ങിയ ഒട്ടേറെ താരങ്ങൾക്ക് ഇപ്പോൾ ഗോൾഡൻ വിസയുണ്ട്. എന്തൊക്കെയാണ് ദുബായ് നൽകുന്ന പ്രധാന അഡ്വാൻറ്റേജസ്? ഒന്ന് പരിശോധിക്കാം. ആദ്യത്തേത് 0 പേഴ്സണൽ ഇൻകം ടാക്സ് ആണ്. അതായത് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എത്ര സമ്പാദിച്ചാലും അതിൽ നിന്ന് ₹1 പോലും പേഴ്സണൽ ടാക്സ് ആയി നൽകേണ്ടതില്ല. അടുത്തത് പ്രൈവസി ആൻഡ് പാപ്പരാസി കൾച്ചറാണ്. അതായത് സെലിബ്രിറ്റികൾക്ക് ഏറ്റവും വേണ്ടത് പ്രൈവസിയാണ്. ദുബായിൽ ഒരാളുടെ അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് പാപ്പരാസികളുടെ ശല്യമില്ലാതെ സ്വതന്ത്രമായി പുറത്തിറങ്ങാൻ സാധിക്കും. ഇനി സേഫ്റ്റി ഫസ്റ്റ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നാണ് ദുബായ്. രാത്രി വൈകിയും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭയമില്ലാതെ നടക്കാം. നിയമങ്ങൾ കർശനമാണെങ്കിലും അവ സാധാരണക്കാരുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടിയാണെന്ന ബോധ്യം ജനങ്ങൾക്കിടയിലുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഇനി ഗ്ലോബൽ കണക്ടിവിറ്റിയാണ്. 8 മണിക്കൂർ കൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും ദുബായിൽ നിന്ന് പറന്നെത്താം. ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്ക് ഇത് വലിയ സൗകര്യമാണ്. ആധുനിക ആരോഗ്യ പരിപാലന സംവിധാനങ്ങളും അത്യാധുനിക ഷോപ്പിംഗ് മാളുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ചേർന്ന് ലോകത്തെ ഏറ്റവും മികച്ച ജീവിത നിലവാരം ഇവിടെ വാഗ്ദാനം ചെയ്യുന്നു. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് UAE നൽകുന്ന പിന്തുണ സമാനതകൾ ഇല്ലാത്തതാണ്. സാമൂഹികമായ സഹിഷ്ണുതയാണ് ദുബായിയുടെ മറ്റൊരു വലിയ പ്രത്യേകത. ഇസ്ലാം ഔദ്യോഗിക മതമായ രാജ്യമാണെങ്കിലും എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന രീതിയാണ് UAE പിന്തുടരുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഒത്തുചേരുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായി ദുബായ് മാറിയിരിക്കുന്നു. ആരാധനാലയങ്ങൾ പണിയുന്നതിനും സ്വന്തം വിശ്വാസം പിന്തുടരുന്നതിനും അവിടെ തടസ്സങ്ങളില്ല.
2023 നടപ്പിലാക്കിയ സിവിൽ പേഴ്സണൽ സ്റ്റേറ്റസ് ലോ പ്രകാരം മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് വിവാഹം, വിവാഹമോചനം തുടങ്ങിയ കാര്യങ്ങളിൽ സ്വന്തം വിശ്വാസ പ്രമാണങ്ങളോ ആധുനിക നിയമങ്ങളോ പിന്തുടരാൻ അനുവാദമുണ്ട്. ഇത്തരത്തിലുള്ള നിയമപരമായ പരിഷ്കാരങ്ങൾ ആഗോള പൗരന്മാരെ ദുബൈയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. സെലിബ്രിറ്റികൾ മാത്രമല്ല, സാധാരണക്കാരായ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്കും ദുബായ് വലിയൊരു പ്രതീക്ഷയാണ്. 2026 പുതിയ വിസ മാറ്റങ്ങളും നിയമപരിഷ്കാരങ്ങളും വിദേശികൾക്ക് ഇവിടെ ഒരു ബിലോങ്ങിങ്നെസ് അല്ലെങ്കിൽ സ്വന്തം നാട് എന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. മതം ഇസ്ലാം ആണെങ്കിലും എല്ലാ മതസ്ഥർക്കും വേണ്ടിയുള്ള സിവിൽ പേഴ്സണൽ ലോ പോലുള്ള മാറ്റങ്ങൾ ദുബായിയെ കൂടുതൽ ലിബറലാക്കി മാറ്റിയിരിക്കുകയാണ്. വെറുതെ താമസിക്കാൻ മാത്രമല്ല ബ്രെറ്റ്ലി ഇവിടം തിരഞ്ഞെടുത്തത്. ദുബായിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ ഡാന്യൂബ് പ്രോപ്പർട്ടീസിന്റെ ഗ്ലോബൽ അംബാസിഡറായി അദ്ദേഹം നിയമിതനായിട്ടുണ്ട്. ദുബായിലെ വളരുന്ന ബിസിനസ് സാഹചര്യങ്ങൾ അദ്ദേഹം കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 1% പേയ്മെന്റ് പ്ലാൻ പോലുള്ള നൂതന ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ഈ കമ്പനിയുമായി ചേർന്ന് അദ്ദേഹം തന്റെ പുതിയ കരിയർ കരുപിടിപ്പിക്കുകയാണ്. ബ്രെറ്റ്ലി പറഞ്ഞതുപോലെ ദുബായ് വെറും ഒരു സ്ഥലമല്ല, അതൊരു ഊർജ്ജമാണ്. പണ്ട് മരുഭൂമിയായിരുന്ന ഒരിടം ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നത് അവിടുത്തെ ഭരണാധികാരികളുടെയും ജനങ്ങളുടെയും വലിയ സ്വപ്നങ്ങളുടെ ഫലമായിട്ടാണ്. ആ സ്വപ്നങ്ങളിൽ പങ്കാളികളാകാനും ആധുനികതയുടെയും പാരമ്പര്യത്തിന്റെയും സങ്കലനം ആസ്വദിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ദുബായ് എന്നും തുറന്ന വാതിലായി തുടരും. ബ്രെറ്റ്ലി പറഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലെങ്കിലും ദുബായിലേക്ക് വരണം. അത് നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഓസ്ട്രേലിയ തന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകുമെങ്കിലും ജീവിതത്തിന്റെ അടുത്ത അധ്യായം ദുബായിൽ എഴുതി ചേർക്കുകയാണ് ഈ താരം. സ്പീഡ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ഗ്രൗണ്ടിൽ വിസ്മയം തീർത്ത ബ്രെറ്റ്ലിയുടെ ഈ പുതിയ ഇന്നിംഗ്സിന് നമുക്ക് എല്ലാവിധ ആശംസകളും നേരാം. ക്രിക്കറ്റ് മൈതാനത്ത് ബ്രെറ്റ്ലി എറിഞ്ഞ പന്തുകളേക്കാൾ വേഗത്തിലാണ് ഇന്ന് ദുബായ് വളരുന്നത്. ആ വളർച്ചയുടെ ഭാഗമാകാൻ ലോകം അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.